കഴിഞ്ഞ തവണ ലോക് പോളിൻ്റെയൊക്കെ സർവേ പറഞ്ഞപ്പോൾ അതിൽ വളരെ കൃത്യമായി അവർ പ്രവചിച്ചിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലൊക്കെ തന്നെ LDF നേട്ടമുണ്ടാക്കുമെന്നും എന്നാൽ വടക്കൻ ജില്ലകളിൽ UDF നേട്ടമുണ്ടാകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലകളും വളരെ പ്രധാനപ്പെട്ടതാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ജില്ലകളെന്ന് പറയുന്നത് ഒന്ന് കോഴിക്കോടാണ്. ആ കോഴിക്കോടിൽ ഇത്തവണ UDF ഒരു പക്ഷേ നേട്ടമുണ്ടാക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ 13 സീറ്റുകളിൽ 11 സീറ്റും LDF അത്തരത്തിലുള്ള ഒരു വിജയം ഉള്ളത് കൊണ്ടാണ് 99 സീറ്റുകളിലേക്ക് 2021 LDF എത്താൻ കഴിഞ്ഞത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. അവിടെ 12 സീറ്റുകളാണ് ആകെ നിയമസഭകളിലേക്കുള്ളത്. അതിൽ 10ലും ജയിച്ചിട്ടുള്ളത് LDF ആയിരുന്നു. അതിലാകെ 2 സീറ്റുകൾ മാത്രം. ഒന്ന് മണ്ണാർക്കാടും രണ്ടാമത്തേത് നമുക്കെല്ലാം പറയുന്ന പാലക്കാടും. ഈ മണ്ണാർക്കാടിൽ മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റാണ് ജയിച്ചത്. കൂടാതെ പാലക്കാട് ആദ്യം ഷാഫി പറമ്പിൽ ജയിച്ചു, പിന്നെ ലോക്സഭയിലേക്ക് അദ്ദേഹം പോയതുകൊണ്ട് വടകരയിൽ നിന്ന് MP ആയപ്പോൾ അവിടെ ഒഴിവ് വന്ന സീറ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ടൊരു ജില്ലയാണ് പാലക്കാട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തർക്കവും ഉണ്ടാവില്ല. കാരണം 12 സീറ്റുകളാണ് അവിടെ ഉള്ളത്. അവിടെ ആർക്കാണ് ഭൂരിപക്ഷം എന്നുള്ളതിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ലോക് പോളിലേക്ക് സർവേകളിൽ പോലും പാലക്കാട് LDF മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം. ഈ സന്ദർഭത്തിലാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള മുൻ MLA ആയിരുന്ന PK ശശിയെ ഇപ്പോൾ CPM പുറത്താക്കിയിരിക്കുകയാണ്. ആ പുറത്താക്കലും അദ്ദേഹം CPM വിടും എന്നുള്ളതൊക്കെ ഏതാണ്ട് പ്രതീക്ഷിക്കപ്പെട്ട കാര്യമാണ്. കാരണം നേരത്തെ KTDCയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹം രാജിവെച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ പാലക്കാട്ടിൽ ഇന്ന് സംഭവിച്ചേക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു കാര്യം, CPM വിമതർ ചേർന്ന് ഒരു മാർക്സിസ്റ്റ് കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ ഒരു സമ്മേളനം, വിമത കൺവെൻഷൻ തന്നെ യഥാർത്ഥത്തിൽ അവിടെ ഉദ്ഘാടനം ചെയ്തത് PK ശശിയാണ്. കാരണം ചന്ദ്രനഗർ പാർവതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് വളരെ ആരവത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കപ്പെടുകയും അവിടെ അദ്ദേഹം ഘനഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗം നടത്തുകയും ചെയ്തു. ആ പ്രസംഗം നിങ്ങൾ ഓരോരുത്തരും കേൾക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആ പ്രസംഗം ഏതാണ്ട് ഒരു മുഴുവനായും തന്നെ ഓടിച്ചൊന്ന് കേട്ടു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഇത് വിമതരുടെ കൺവെൻഷനല്ല, പകരം വിപ്ലവകാരികളുടെ കൺവെൻഷനാണ് എന്നാണ് PK ശശി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഈ അവിടെ കൂടിയിട്ടുള്ള വിമതർ എന്ന് പറയുന്നത് നേരത്തെ കൊഴിഞ്ഞാമ്പാറയിൽ അവിടെ ഒരു പ്രത്യേക സംഘടനത്തിൻ്റെ ചേർന്ന് നിരവധി ആളുകൾ CPM വിട്ടുപോയിരുന്നു. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. കൂടാതെ വോയിസ് ഓഫ് വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. പിന്നെ മണ്ണാർക്കാട്ടെ ജനകീയ മതേതര മുന്നണി എന്ന് പറയുന്ന സംഘടനയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടിച്ചേർന്നാണ് ഈ വിമത കൺവെൻഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഇതിലേക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ജില്ലാ കമ്മിറ്റിയിലെ 7 മെമ്പർമാർ, 5 എന്നാണ് ആദ്യത്തെ ഒരു പ്രാസംഗികൻ അവകാശപ്പെട്ടത്. പക്ഷേ PK ശശി പറയുന്നത് 7 അംഗങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള വലിയ പിന്തുണ ഇവർ ആർജിച്ചു വരികയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം അതിരൂക്ഷമായി ആഞ്ഞടിച്ചിട്ടുള്ളത് ജില്ലാ സെക്രട്ടറിക്ക് നേരെയാണ്, EN സുരേഷ് ബാബുവിന് നേരെയാണ്. ആ EN സുരേഷ് ബാബുവിനെ അദ്ദേഹം പറയുന്നത് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരനാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത്, എത്രയോ മഹാന്മാരായിട്ടുള്ള സഖാക്കൾ ഇരുന്നതാണ് എന്നാണ് ചോദിക്കുന്നത്. അതിൽ അദ്ദേഹം കൃത്യമായി പേരുകൾ പറയുന്നുണ്ട്. EK ഇമ്പിച്ചി ബാവ, MP കുഞ്ഞിരാമൻ മാസ്റ്റർ, PP കൃഷ്ണൻ, അതുപോലെ സഖാവ് MK കൃഷ്ണൻ, സഖാവ് ശിവദാസ മേനോൻ, സഖാവ് M ചന്ദ്രൻ, ഇതുപോലെയുള്ള ജനകീയ നേതാക്കളൊക്കെ ഇരുന്ന കസേരയിലേക്കാണ് ഇപ്പോൾ സ്പിരിറ്റ് കച്ചവടക്കാരനായിട്ടുള്ള EN സുരേഷ് ബാബു വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു കള്ള് കച്ചവടക്കാരനാണ്. കള്ള് കച്ചവടം ചെയ്തോട്ടെ, പക്ഷേ അതിൽ സ്പിരിറ്റ് കലർത്തി കച്ചവടം ചെയ്യരുത്. പിന്നെ ലോകത്തൊരിക്കലും കാണാത്ത രീതിയിലുള്ള പണപ്പിരിവാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ മറ്റ് ചില വിശേഷങ്ങളൊക്കെ കൂടി ഇദ്ദേഹം നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സഖാക്കന്മാർ വളരെ ഐക്യത്തോടു കൂടി വന്ന് ഇദ്ദേഹത്തെ കണ്ടാൽ 3-ാം ദിവസം അവർ രണ്ടുപേരും തമ്മിൽ അടിയാകും. അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റികളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് വിതരണം ചെയ്ത യേശുദേവനെ പോലെ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്രയും മാർക്സിസ്റ്റ് വിരുദ്ധരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. കാരണം ഞാൻ തന്നെയാണ് EN സുരേഷ് ബാബുവിനെ ഒരു കേഡർ എന്നുള്ള നിലക്ക് വിളിച്ചുകൊണ്ടുവന്ന് പാർട്ടി പ്രവർത്തനത്തിലേക്ക് സജീവമാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളാണ് PK ശശി തൊടുത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ കാര്യം. കാരണം UDF വിജയത്തിലേക്ക് നയിക്കുമെന്ന് UDF വിചാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്ത് തന്നെയുള്ള, പ്രത്യേകിച്ച് CPM തന്നെയുള്ള അസംതൃപ്തരുടെ വോട്ടുകൾ മുഴുവൻ ഞങ്ങൾക്ക് കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കിട്ടിയാൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ കേരളത്തിൽ ജയിക്കാൻ
കഴിയുമെന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് VD സതീശനൊക്കെ തന്നെ ഞങ്ങളാണ് ഒരു നെഹ്റുവിയൻ ലെഫ്റ്റ്, ഞങ്ങളാണ് യഥാർത്ഥ ലെഫ്റ്റ്, ഇവരിപ്പോൾ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CPM വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ വോട്ടുകളൊക്കെ തന്നെ കിട്ടുമെന്നാണ്. അതുകൊണ്ട് അതിന് ആക്കം കൂട്ടുന്ന രീതിയിൽ വളരെ കൃത്യമായി ഈ PK ശശി പറഞ്ഞു വെച്ചേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മണ്ണാർക്കാട് നിന്ന് മാത്രം 686 പരാതികൾ ഈ പാർട്ടിയുടെ മേൽക്കമ്മിറ്റികൾക്ക് പോയിരുന്നു, ഒരു നടപടിയും എടുത്തില്ല. ചിറ്റൂരിൽ നിന്ന് 400-ലധികം പരാതികൾ പോയിരുന്നു, വടക്കഞ്ചേരിയിൽ നിന്ന് 160-ലധികം പരാതികൾ പോയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പരാതികൾ പോയിട്ട് പാർട്ടി നടപടിയെടുക്കാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജാതകം, അതായത് EN സുരേഷ് ബാബു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ജാതകം വായിക്കുന്നില്ല. ജാതകം വായിച്ചാൽ നിങ്ങളൊക്കെ ബോധം കെട്ട് വീഴും. പക്ഷെ അദ്ദേഹത്തിന് കാട്ടുപോത്തിൻ്റെ കൊമ്പും അതുപോലെ കണ്ടാപുരത്തിൻ്റെ തൊലിക്കട്ടിയുമായതുകൊണ്ട് ബോധം കെട്ട് വീഴില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ദുരന്തത്തിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഒരു വൻ ദുരന്തമായി മാറി. അതിൻ്റെ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം ശശി ഏറ്റെടുക്കുന്നു. കാരണം ശശിയാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം, അത് ആ വരികൾ കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇതിൽ ഈ നടപടിയെടുത്ത് പാർട്ടി ഈ കൃത്യമായി ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് മാറ്റി നിർത്തുകയും ഈ ആളുകളെ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ചെയ്താൽ ഞങ്ങളെല്ലാവരും പാർട്ടിയിലേക്ക് വരാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെ ആയില്ലെങ്കിൽ ഞങ്ങളെ പുറത്താക്കാനാണ്, നല്ല ആളുകളെ പുറത്താക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇനിയും ക്ഷമിക്കാൻ വയ്യ. കാരണം തിരുത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാലക്കാട് പോലൊരു ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട CPMൻ്റെ തന്നെ അണികളും അസംതൃപ്തരുമായിട്ടുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് UDF ഒരു വിജയം സമ്മാനിക്കാൻ കഴിയുമോ എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള അജണ്ടയോട് കൂടിയുള്ള ഒരു പ്രസംഗമാണ് PK ശശി നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിന് UDF വലിയ വില കൊടുക്കേണ്ടി വരും. പ്രധാനപ്പെട്ട കാര്യം, PK ശശിയുടെ പീഡനം എന്ന് പറയുന്ന ഒരു പരാതി വന്നപ്പോൾ ആ പീഡനം തീവ്രത കുറഞ്ഞ പീഡനമാണെന്നും അത് ശരിയല്ല എന്നും നടപടിയെടുക്കണമെന്നും ഒക്കെ ആർജവത്തോടുകൂടി UDF നേതാക്കളും അതുപോലെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന UDF കോൺഗ്രസ് അനുകൂലികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തിരിച്ചടിയാകുന്ന രീതിയിലുള്ള ഒരു സൈബർ പ്രചരണത്തിന് CPM ഉടനെ തന്നെ തുടക്കമിടും. അതിനെ മറികടക്കാൻ കൂടി കുറച്ചുകൂടി ബുദ്ധിമുട്ടും. കാരണം കോൺഗ്രസ് അല്ലെങ്കിൽ തന്നെ പാലക്കാട് തിരുവിക്കാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ ആരെ സ്ഥാനാർത്ഥിയാക്കും എന്ന് പറയുന്ന ഒരു വലിയ ചാഞ്ചല്യം തന്നെ കോൺഗ്രസിനുണ്ട്. വലിയ തോതിലുള്ള ആശയക്കുഴപ്പമുണ്ട്. അവിടേക്കൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൃത്യമായി നടത്തേണ്ടതിന് പകരം യഥാർത്ഥത്തിൽ ഈ പറയുന്ന രമേഷ് പിഷാരടിയെ പോലെ ഒരാളെ കൊണ്ടുവന്ന് അത് ഒന്ന് മത്സരിച്ച് നോക്കാം എന്ന് പറയുന്ന തോന്നലുണ്ട്. പക്ഷെ അങ്ങനെ മത്സരിച്ച് നോക്കിയാൽ അവിടെ ജയിക്കാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും BJPക്കായിരിക്കും. കഴിഞ്ഞ തവണ സരിൽ നിന്നിട്ട് ഒരു 1000-1500 വോട്ടുകൾ കൂട്ടിയെങ്കിൽ പോലും LDFൻ്റെ സാധ്യതകൾ തുലം കുറവാണ്. എപ്പോഴും 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് BJPയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളെ ഇരു മുന്നണികളും അഭിമുഖീകരിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. പക്ഷേ പാലക്കാടിലെ ജനവിധി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേരളീയ രാഷ്ട്രീയത്തിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതും കൂടി പിടിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് UDF ആണ് പിടിക്കുന്നതെങ്കിൽ UDF വലിയ നേട്ടമുണ്ടായി ഭരണത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളുണ്ട്. LDF നിലനിർത്തിയാൽ LDFന് കുറച്ചുകൂടി നല്ല ഫൈറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെയുള്ള 2 ജില്ലകൾ എന്ന് പറയുന്നത് ഒന്ന് തൃശ്ശൂരും അതുപോലെ കോഴിക്കോടുമാണ്. അവിടെയും കൂടി ആര് നിലനിർത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം വയനാടും അതുപോലെ എറണാകുളവും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, അത് UDFന് കിട്ടും. പക്ഷേ മറ്റ് ചില ജില്ലകൾ അത് LDFന് ഉറപ്പാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള പ്രാധാന്യം പാലക്കാടിനുണ്ട്. പാലക്കാട് കൂടി കൈവിട്ടു പോയാൽ അതൊരു വലിയ നഷ്ടമായിരിക്കും CPMനെന്ന് പറയാതെ വയ്യ. പക്ഷേ PK ശശിക്കെതിരെയുള്ള പ്രചാരണങ്ങളും ഒക്കെ എന്തായിരിക്കും നമ്മൾ കാത്തിരുന്ന് കാണാം. ഈ പ്രസംഗത്തിന് ശേഷമുള്ള മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ജില്ലാ സെക്രട്ടറി നടപടിയെടുത്തിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയായിരിക്കും. കാരണം PK ശശിയെ പുറത്താക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ പ്രചരണം കാത്തിരുന്ന് കാണാം. KTDCയുടെ ചെയർമാൻഷിപ്പ് രാജിവെച്ചപ്പോൾ തന്നെ പുറത്തു പോകും PK ശശി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരുന്നു. അത് നേരത്തെയുള്ള വീഡിയോകളിലൂടെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ബാക്കിയുള്ള വിവരങ്ങൾ കാത്തിരുന്ന് കാണാം.